എവിടുന്ന് സംഘടിപ്പിച്ചു? ഏത്? ഈ വണ്ടിയാണ്. നമ്മൾ എത്രയോ വണ്ടി CCക്കാർക്ക് പിടിച്ചു കൊടുക്കുന്നത്. ഒരു വണ്ടി നമുക്കും ഇരിക്കട്ടെ. ഇനി ഒരല്പം ജാടയിലൊക്കെ നടന്നില്ലെങ്കിൽ കാര്യമില്ല. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ എന്തോന്ന് പക്ഷേ? നീ മുതലാളി, ഞാൻ ഡ്രൈവർ. ഓക്കെ? അല്ല മച്ചാനെ, ഞാനൊരു തമാശ പറഞ്ഞിട്ട് നീ ചിരിക്കാത്തതെന്താ? എന്നാ ഇനി നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നാ പറ. വേണ്ട, ഞാൻ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് പറയാം. അല്ലെങ്കിൽ നീ സന്തോഷം കൊണ്ട് വണ്ടിയെ നിർത്തി ചാടിയാണ്. എന്നാ ഇതും കൂടി മതി 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 മതി. പിന്നെ കൊറേ കഴിയുമ്പോ പോരാ പോരാ എന്ന് പറയരുത് കേട്ടാ. നീ എന്താന്ന് വെച്ചാ തെളിച്ച് പറഞ്ഞു തൊലക്ക്. കുറെ നേരമായില്ലേ പൊട്ടം കളി തുടങ്ങിയിട്ട്. എന്നാ കേട്ടോ, അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ ആയിരുന്നു. കഴിഞ്ഞ വർഷം പാവം വടിയായിപ്പോയി. അമ്മ ഹൗസ് വൈഫാ. സർവ്വ സ്വത്തിനും കൂടി ഏക അവകാശി, ഒരേ ഒരു മോള്. തരത്തി കിട്ടിയപ്പം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴല്ലേ ഗുട്ടൻസ് എനിക്ക് പിടി കിട്ടിയത്. അവൾക്കും നിന്നോട് ലപ്പാടാ. നമ്മുടെ ശാലിനിക്കോ? നമ്മളെയല്ല, നിന്റെ. അവൾക്ക് ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ഇറങ്ങും. പിന്നെ നിന്നോട് അവൾക്ക് കുറച്ച് മതിപ്പ് തോന്നാനായിട്ട് ഞാൻ കുറച്ച് നുണയും മൂടായ്പൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഡിഗ്രി ട്രിപ്പിളിയാണ്, 5 ഒക്കെ ശമ്പളമുണ്ട്, പിന്നെ വീടിനും കാറിനും ഒക്കെ ലോണ് കിട്ടും, ആളൊരു വില്ലാള് വീരനാണെന്നൊക്കെ. നീ എന്തിനാ ഈ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോയത്? എന്നായാലും ഇതൊക്കെ അറിയണ്ടതല്ലേ. അന്ന് നീ ജയിലിൽ പോയ സമയത്ത് ആ ചെട്ടിയാരുടെ നിന്ന് കിട്ടാനുണ്ടായിരുന്ന കാശുണ്ടല്ലോ, അതിനെ മേടിച്ച് കൈവച്ചിരുന്നു. അത് ഇങ്ങാട്ടിട്. കംപ്ലീറ്റ് കാശും അടിച്ചു പൊളിച്ച് കളയരുത്. കുറച്ച് കാശ് വീട്ടിലും കൊണ്ടോണം. വന്ന് എന്നാ നീ കുറച്ച് ഡീസന്റ് ആയിക്കേ. ആ ബട്ടൺസ് ഒക്കെ ഇടാൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഹായ്. ഹലോ. ഞാനെന്തിനാ ഇവിടെ കിടന്ന് ഇറങ്ങുന്നേ? നിങ്ങൾ തമ്മിൽ എന്താ ചായക്കോ? എടാ മജീദേ, വണ്ടി നീ കൊണ്ടുവന്നേക്ക്. ഞാൻ ഈ ഓട്ടോയിൽ പോയിക്കോളാം.